പക്ഷെ വികസനം എന്ന സാധനം യാഥാർത്ഥ്യമായി അത് പൂർണ്ണ രൂപത്തിലെങ്കിൽ അതിന് കരുതലൂടി വേണം. MLA എന്ന് 3 അക്ഷരം നൽകിയത് ആരാ? ആലുവയിലെ ജനങ്ങളല്ലേ. എന്നെ രാഷ്ട്രീയത്തിനപ്പുറം എന്നെ അന്ന് വോട്ട് ചെയ്ത ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. ജിഷ എന്ന സഹോദരി പെരുമ്പാവൂർ കൊല്ലപ്പെട്ടു. എന്താണ് കൊല്ലപ്പെടാൻ കാരണം? ഒരു സുരക്ഷിതമായ ഭവനം ഉണ്ടായെങ്കിൽ ആ കുട്ടി അതിനകത്ത് കയറിയിരുന്ന് ഡോറടച്ച് രക്ഷപ്പെട്ടേക്കാം. അങ്ങനെ 2ാം ടൈം MLA ആയപ്പോൾ ഞാൻ അങ്ങനെ ഈ പദ്ധതി അനൗൺസ് ചെയ്യും. അമ്മക്കളി കൊടുക്കുന്നത് സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്ത വിധവകൾക്കാണ് ഈ പദ്ധതി. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അത് നിയന്ത്രിക്കാൻ, പൊതുവിപണി നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് മാവേലി സ്റ്റോറോ അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റോറോ വഴി സബ്സിഡി സാധനങ്ങൾ കൊടുക്കാനോ ഈ ഗവൺമെന്റ് സാധിക്കുന്നില്ല. അത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. 2026 നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം പെട്ടെന്നാണ് കേരളം ചൂടുപിടിച്ചത്. ഇപ്പോൾ രാഷ്ട്രീയ രംഗം ഇളകിമറിയുകയാണ് വാദപ്രതിവാദങ്ങൾ കൊണ്ട്. ഇതിനിടയിൽ തികച്ചും മണ്ഡലത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില MLA മാരുണ്ട്. ഞങ്ങൾ ക്രൈം നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെയുള്ള ഒരു MLA ആണ് ആലുവ MLA അൻവർ സാദത്ത്. തൻ്റെ സ്വന്തം മണ്ഡലത്തിന് വേണ്ടി ഏതറ്റം വരെ ഇറങ്ങിച്ചെന്ന് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു MLA എന്നുള്ള പേര് കിട്ടിയിട്ടുള്ള അൻവർ സാദത്താണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. അതായത് താങ്കളുടെ മണ്ഡലത്തെ വല്ലാതെ ശ്രദ്ധിക്കുന്നു. കോൺഗ്രസ്സുകാരനാണെങ്കിലും രാഷ്ട്രീയം വിട്ടിട്ട് എല്ലാ പാർട്ടിക്കാരെയും സഹായിക്കുന്നു. ഇതൊക്കെ ശരിയായ നടപടിയാണോ സത്യത്തിൽ? കാരണം ഒരു കോൺഗ്രസ്സുകാരെ മാത്രം സഹായിച്ച പോരെ. താങ്കൾ കുറേ വീട് പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു, അമ്മക്കിളിക്കൂട് അല്ലേ? അപ്പോൾ അത് സാധാരണ ലെവലിൽ മറ്റുള്ളവരാരും ചെയ്യുന്നില്ല, അവരെ പാർട്ടിക്കാർക്ക് മാത്രം ചെയ്തു കൊടുക്കുന്ന രീതിയാണ്. പക്ഷെ താങ്കൾ എന്തിനാണ് അങ്ങനെ മറ്റുള്ള പാർട്ടിക്കാരെയും സഹായിക്കുന്നത്? അല്ല, ഞാനിത് MLA ആയപ്പോൾ തുടങ്ങിയ ഒരു സമീപനമല്ല. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ആരംഭിച്ച ആലുവ SNDP സ്കൂളിൽ നിന്ന് 8ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസ ആ ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലത്താണെന്ന് ജനിച്ചതെന്ന് തോന്നുന്നു. ഞാൻ 1975 മറിച്ചുകൊണ്ടല്ല. ഞാൻ അപ്പോൾ അങ്ങനെ ആലുവ SNDP സ്കൂളിൽ പോയി 8ാം ക്ലാസ്സിൽ ചേരാൻ. അവിടെ നിന്ന് യൂണിറ്റ് പ്രസിഡൻ്റായി KSU എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം പ്രവർത്തിച്ചു വന്നു. ഇന്ന് MLA നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ പാർട്ടിയുടെ ബൂത്ത് പ്രസിഡൻ്റായിരുന്നു, വാർഡ് പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി. അങ്ങനെ എൻ്റെ രാഷ്ട്രീയ രംഗത്ത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ ഒക്കെ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴെനിക്ക് പഞ്ചായത്ത് മത്സരിക്കാൻ അവസരം കിട്ടും. അന്ന് എൻ്റെ സ്വന്തം വാർഡിൽ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചു. എൻ്റെ എതിർ മത്സരിച്ചത് CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കാൻഡിഡേറ്റാണ്. അദ്ദേഹത്തെ ഏകദേശം 1 വോട്ടിന് ഞാൻ പരാജയപ്പെട്ടു. പിന്നീട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു, അവസരം കിട്ടി. അന്ന് 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ചു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, ഒരു വാർഡ് ബേസാണല്ലോ. അങ്ങനെ ആ വാർഡുകളിൽ എല്ലാ വാർഡും ഞാൻ ലീഡ് ചെയ്തു. എനിക്ക് ആ തെരഞ്ഞെടുപ്പ് ഞാൻ ഒരു ജനപ്രതി എന്നൊരു പൊതുപ്രവർത്തനം ഞാൻ ഭയങ്കര ആസ്വദിച്ചത്. അങ്ങനെ അറിയാം, CPM ജയിച്ച വാർഡിലും ഞാൻ ലീഡ്, BJP ജയിച്ച വാർഡിലും ഞാൻ ലീഡ്, അങ്ങനെ എല്ലാ വാർഡിലും ഞാൻ ലീഡായി. അപ്പോൾ ഒരു പൊതുപ്രവർത്തനം ജനപ്രതിക്കുന്ന ഒരു സന്തോഷം. അപ്പം എന്നെ രാഷ്ട്രീയത്തിനപ്പുറം എന്നെ അന്ന് വോട്ട് ചെയ്ത ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പഞ്ചായത്തും പ്രായിരുന്നപ്പോൾ എൻ്റെ പോളിസി ഇതായിരുന്നു, എൻ്റെ മുമ്പിൽ വരുന്ന ഒരു കാര്യം അത് വരുമ്പോൾ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല, ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് രാഷ്ട്രീയ നിലപാടും കാഴ്ചപ്പാടും അതിനകത്തും ഒരു ശതമാനം ഒരു മാറ്റമില്ല. പക്ഷെ ജനപ്രതിയാകുമ്പോൾ അവർ ചെയ്ത് കൊടുക്കുന്ന അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഔദാര്യമല്ല, എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ ജനപ്രതിയായി പഞ്ചായത്ത് മെമ്പറായി തുടങ്ങിയ ആ ശൈലിയാണ് ഇന്നും ഞാൻ ആലുവയിൽ നിൽക്കുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ കോൺഗ്രസ്സുകാർക്ക് മാത്രം ചെയ്യും, പക്ഷെ അങ്ങനെയല്ല ഒരു ജനപ്രതി പ്രവർത്തിക്കേണ്ടത്. ഇപ്പം ഞാൻ ആലുവക്കാർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഇപ്പം പ്രധാനപ്പെട്ട പ്രതിസന്ധി ഒന്ന് കോവിഡ്, ഒന്ന് പ്രളയം, അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല ആലുവ പ്രളയം ബാധിച്ച ഒരു ജില്ല. അതന്നെ. അപ്പം ഓരോ ജനങ്ങൾക്കും ഓരോ വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ഞാൻ പറഞ്ഞ ആലുവക്കാർക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ അവരെ ചേർത്ത് പിടിക്കും.
ആ ചേർത്ത് പിടിക്കുമ്പോൾ അതിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല, ജാതി മതം നോക്കാറില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അതെൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഒരാൾക്ക് ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഔദാര്യമായാക്കാം. ഞാൻ ഗാന്ധിജിയുടെ ഒരു വാക്കുണ്ട്, ഗാന്ധിജി പറയുന്നുണ്ട്, നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്ത് ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്തെന്ന് വെച്ചു, അത് നമ്മൾ അവരോടല്ല, അല്ല അവര് നമ്മളോടല്ല കടപ്പെട്ടേക്ക്, ഞാൻ അവരോടെ കടപ്പെട്ടു. കാരണം അവരൊരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ അനുവദിച്ചുകൊണ്ടാണല്ലോ എനിക്കത് ചെയ്യാൻ സാധിച്ചത്. അത് ഗാന്ധിജി അങ്ങനെ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തന ഒരു ജനപ്രതിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താങ്കൾ 60ഓളം അമ്മക്കിളിക്കൂട് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ആലുവയിൽ വീടുണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ മുദ്രാവാക്യം എന്താണെന്നറിയാം, വികസനവും കരുതലും. ഇപ്പം വികസനം എന്ന് പറയുമ്പോൾ റോഡ്, പാലം, തോട്, അല്ലെങ്കിൽ മറ്റേ കാർഷിക രംഗത്ത് അങ്ങനെ നമുക്കറിയാമല്ലോ ഒട്ടനവധി വികസനപ്പെടുന്ന നമുക്ക് ആദ്യം വലിയ ബിൽഡിംഗ് സമുച്ചയങ്ങൾ പണിയാം, അല്ലെങ്കിൽ ഓഫീസ് അങ്ങനെയൊക്കെ പണിയാൻ സാധിക്കും, അതൊരു വികസനം. പക്ഷെ വികസനം എന്ന സാധനം യാഥാർത്ഥ്യമായി അത് പൂർണ്ണ രൂപത്തിലെത്തണമെങ്കിൽ അതിന് കരുതലോടി വേണം. MLA എന്ന 3 അക്ഷരം നൽകിയത് ആരാ? ആലുവയിലെ ജനങ്ങളല്ലേ. അപ്പം എനിക്ക് ക്രിയേറ്റീവായിട്ടൊരു പ്രോജക്റ്റ് വേണം. അതിനൊരു കാരണമുണ്ട്, ഒരു ഇൻസിഡൻ്റായി. ഞാൻ ആദ്യം MLA ആയി, അവസാനഘട്ട ആ ഫിനിഷിംഗ് ആയ സമയത്ത് 2011 MLA ആയി. ആ ഫിനിഷിംഗ് ആ സമയത്താണ് ജിഷ എന്ന സഹോദരി പെരുമ്പാവൂർ കൊല്ലപ്പെട്ടത്. എന്താണ് കൊല്ലപ്പെടാൻ കാരണം? ഒരു സുരക്ഷിതമായ ഭവനം ഉണ്ടായെങ്കിൽ ആ കുട്ടി അതിനകത്ത് കയറി നിന്ന് ഡോറടച്ച് രക്ഷപ്പെട്ടേനെ. പക്ഷെ സുരക്ഷിതമായൊരു ഭവനം ഉണ്ടായില്ല. ആ സുരക്ഷിതമായ ഭവനം ഇല്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി കൊല ചെയ്യപ്പോൾ. അപ്പം എൻ്റെ മനസ്സിനെ അത് സ്വാധീനിച്ചു. പക്ഷെ അപ്പം ഞാൻ ഡിക്ലെയർ എന്ത് പറയും, തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതുകൊണ്ടാണ് അത് അങ്ങനെ വരില്ലെന്ന് പറയും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് എൻ്റെ മനസ്സിൽ ഒതുക്കി വെച്ചു. 2ാം ടൈം ജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫസ്റ്റ് ടൈമിൽ കുറേ അപ്പം എൻ്റെ അടുത്ത് ഒത്തിരി വിധവകൾ എൻ്റെ അടുത്ത് വരുമായിരുന്നു, ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, വീടില്ല, ഞങ്ങൾക്കൊരു ലോൺ വെച്ച് വീട് പണിയാം, പക്ഷേ ലോൺ എടുത്ത് തിരിച്ചടക്കണം. വീട്ടിൽ ചിലപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ തിരിച്ചടക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം ഞങ്ങൾ വീട് വെക്കാം. വാടകയ്ക്ക് താമസിക്കുന്നവരെന്താ അവസ്ഥ? 1 വർഷം കഴിയുമ്പോൾ വാടക കൂട്ടിച്ചു വയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഈ മക്കളുമായി ചെന്ന് താമസിക്കുമ്പോൾ സത്യം പറഞ്ഞ പെൺകുട്ടികളുള്ള അമ്മമാർ ഒരു രാത്രി ആ കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന കാര്യം പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ജിഷ വന്നു. അങ്ങനെ 2ാം ടൈം MLA ആയപ്പോൾ ഞാൻ അങ്ങനെ ഈ പദ്ധതി അനൗൺസ് ചെയ്യും, അമ്മക്കിളിക്കൂട് പദ്ധതി അനൗൺസ് ചെയ്യും. സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്ത വിധവകൾക്കാണ് ഈ പദ്ധതി. എൻ്റെ അപ്പോൾ സുഹൃത്തുക്കളായ MLA മാർ ഇത് അനൗൺസ് ചെയ്ത പ്രശ്നമല്ലേ, അത് പരാതിയാവില്ല, പ്രശ്നമാവില്ല, ഇതെങ്ങനെ നിയന്ത്രിക്കും? പക്ഷെ എൻ്റെ ഒരു ദൈവത്തിൻ്റെ ഒരു വിളി അത് തോന്നുന്നത്, ദൈവവിശ്വാസിയാണ് ഞാൻ പൂർണ്ണമായി എൻ്റെ ദൈവവിശ്വാസിയാണ്. എൻ്റെ മതവിശ്വാസത്തെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കും. എന്ന് വെച്ച് മറ്റു മതവിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അതിനോടൊപ്പം അതിൻ്റെ ഇതൊക്കെ വരുമ്പോൾ പെരുന്നാളിൽ മറ്റേ കാര്യന്മാരോട് നിൽക്കുന്നവരാണ്. അപ്പം എനിക്കൊരു ആ ഒരു ധൈര്യം തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അങ്ങനെ പേര് ഞാൻ കണ്ടുപിടിച്ച് ആ പേര് പറഞ്ഞതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്ത്, ആരാണ് അമ്മക്കിളിക്കൂട് എന്ന് പേരിട്ട്? സത്യം പറഞ്ഞാൽ അത് നാദർ ഷെയർത്ത് ഞാൻ പറഞ്ഞു. അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷെയർന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആണ് അമ്മമാർക്കുള്ള വീടാണല്ലോ, അങ്ങനെ അമ്മക്കിളിക്കൂടെന്ന് പേരിട്ടു. അപ്പോൾ എന്നിട്ട് ഞാൻ ഈ പദ്ധതി അനൗൺസ് ചെയ്തപ്പോൾ ആപ്ലിക്കേഷൻസ് മേടിച്ചു. അങ്ങനെ ആപ്ലിക്കേഷൻ മേടിച്ചു. ഞാൻ ആദ്യം കൊടുത്തത് പെൺകുട്ടികൾ മാത്രമുള്ള വിധവകളാക്കാം, സെക്കൻഡ് ആൺകുട്ടിയിലും പെൺകുട്ടിയിലും, പിന്നെ ആൺകുട്ടികളും. ഇപ്പം അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആരാണോ ഡിസർവിങ്, ആരാണോ അർഹതപ്പെട്ടത് ഈ പദ്ധതിയിൽ അമ്മക്കിളിക്കൂട് പദ്ധതി ജാതി മതവും രാഷ്ട്രീയവും. താങ്കൾ ഒരു മുസ്ലിമായിട്ടും താങ്കൾ മുസ്ലിമായ ആളുകളെ മാത്രം തിരഞ്ഞെടുത്തില്ല, എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് കൊടുത്തു, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കൊക്കെ കണ്ടമാനം കൊടുത്തു എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് കൂടി ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ജാതി മതമൊന്നുമില്ല. പിന്നെ CPM-കാർക്ക് കൊടുത്തു എന്നുള്ള കംപ്ലൈൻറ്റ് അല്ല, അങ്ങനെ അതില്ല. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം താങ്കൾക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. എനിക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട്, അതെൻ്റെ വ്യക്തിപരമായ കാര്യം, എൻ്റെ നിലപാട്.
എൻ്റെ മതവിശ്വാസമുണ്ട്, അതെൻ്റെ വ്യക്തിപരമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജാതി മതം രാഷ്ട്രീയമൊക്കെ തികച്ചും വ്യക്തിപരമായ, അതിനപ്പുറം നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കും. അതാണ് ഒരു പൊതുപ്രവർത്തന ധർമ്മം, ഒരു മതവിശ്വാസിയുടെ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന എൻ്റെ കോൺഗ്രസ് എന്നെ അത് പഠിപ്പിച്ചിരുന്നത്. അതാണ് പ്രത്യേകത. കോൺഗ്രസ് എന്നെ തികച്ചും മതേതരവാദിയാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മതവിശ്വാസം ഞാൻ മുറുകെ പിടിക്കുന്നു. അതെന്താ തെറ്റ്? ഈ രാജ്യത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തിൽ ജീവിക്കാനുള്ള അധികാരം, സ്വാതന്ത്ര്യം നമുക്ക് തന്നിട്ടില്ലേ? അതായത് ഞങ്ങൾ അവിടെ സർവേ നടത്തിയപ്പോൾ അവിടെയുള്ള ഒരു CPM അയാൾ പറഞ്ഞു, ഭയങ്കരമായിട്ട് പാർട്ടി രാഷ്ട്രീയം പറഞ്ഞ ശേഷം ഇവിടെ ജയിക്കും പക്ഷേ അൻവർ സാദത്തായിരിക്കും. അതെന്താണെന്ന് ചോദിച്ചു. അങ്ങേര് എല്ലാവരും ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ രഹസ്യമാണ് ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മുമ്പിൽ വരുന്ന ഒരാളും അവരെ ആരും രാഷ്ട്രീയത്തിന്റെ പേരിലോ ജാതിയുടെ മതപേരിലോ ഞാൻ മാറ്റി നിർത്തില്ല. താങ്കൾ എങ്ങനെയാണ് ഈ 60 വീടുകൾ കംപ്ലീറ്റ് ചെയ്തത്? ആ 60 വീട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു വന്ന് ആദ്യം അങ്ങനെ അനൗൺസ് ചെയ്തതിനു ശേഷം ഞാൻ ഉജാല രാമചന്ദ്രൻ ചേട്ടനുണ്ട്, ഞാൻ മറക്കൂല. ഞാൻ അദ്ദേഹത്തിന് അതിനു മുമ്പ് അദ്ദേഹം എനിക്ക് വേറെ 1-2 വീട് പണിത് തന്നിരുന്നു. അന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടല്ലോ. അദ്ദേഹത്തിന് ഈ ആശയം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഐശ്വര്യമായിട്ട് തുടങ്ങിക്കും, 2 വീട് ഞാൻ തന്നേക്കാൻ. അന്ന് ജയറാമേട്ടനെ കൊണ്ടുവന്ന് ഫസ്റ്റ് വീടിന് കല്ലടിച്ചു. പിന്നെ 1 വീടെന്നാണ് 2 വീടെന്നാണ്, അങ്ങനെ സ്വമനസ്സുകളായ സ്പോൺസർമാർ. ഞാൻ ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ ആദ്യം തന്നുകൊണ്ടാണ്, ബാക്കി പറയുമ്പോൾ ഈ 60 പേരുടെ പേരും പറഞ്ഞ് ശരിയാവില്ലല്ലോ. അപ്പൊ അങ്ങനെ സ്വമനസ്സുകളായ ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഈ വീട് പണിത് കൊടുക്കുന്നത്. അതായത് അതിലാ ഞാൻ പറഞ്ഞില്ലേ, ഇനിയും 2-3-4 61 കല്ലിട്ടു. 50ാമത്തെ വീട് വന്ന് നമ്മുടെ അസഫിലാണ് താക്കോൽ കൊടുത്തത്. 61ാമത്തെ വീട് കല്ലിട്ടേക്കാണ്. ഇനി ഒരു 3-4 സ്പോൺസർമാർ നിൽക്കുന്നുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ. അതായത് താങ്കൾക്ക് സ്പോൺസർമാരെ തേടി പോകേണ്ടി വന്നില്ല, താങ്കൾ ചെയ്യുന്ന നല്ല വീടുകൾ ചെയ്തു കൊടുത്തു എന്ന് കണ്ടതോടുകൂടി അങ്ങനെ താല്പര്യമുള്ള ആളുകൾ താങ്കളെ തേടി വന്നു എന്നൊക്കെയാണ് ഞാൻ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പദ്ധതിയുമായി ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ ആരും നോ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ സമീപിക്കുക, അങ്ങനെയുള്ള ആളുകൾ സമീപിക്കുകയുള്ളൂ. ഇപ്പൊ എൻ്റെ പദ്ധതിയുടെ ഇനാഗ്രേഷന് അല്ലെങ്കിൽ വീടിൻ്റെ താക്കോൽ കൈമാറ്റം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കല്ലിടുമ്പോൾ വന്ന് ഇതുപോലെ ആരിലേക്ക് വിളിക്കും. അങ്ങനെ വന്നിരുന്നിട്ട് ഇത് കേട്ടിട്ട് സ്പോൺസർ ചെയ്ത ആൾക്കാരുണ്ട്. കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ദുരന്തത്തിലൊന്നാണ് പ്രളയം, 2018 പ്രളയം. ആ പ്രളയ സമയത്ത് മുന്നിൽ നിന്ന് ജനങ്ങളോടൊപ്പം താങ്കൾ നയിച്ചൊരു സംഭവം അന്നുണ്ടായിട്ടുണ്ട്. അന്നുണ്ടായ അനുഭവം എന്താണ് സാർ? അല്ല, നമുക്കറിയാം, പ്രളയം എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ ഭയപ്പെടുത്തിയൊരു സംഭവം. നമ്മൾ ഒരിക്കലും വിചാരിക്കണില്ലല്ലോ. ഗവൺമെൻറ് തലേദിവസം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, ഒക്കെ നിയന്ത്രണം. പക്ഷേ അല്ല, നമ്മൾ വീടിന് മുമ്പിലിരുന്ന് പുറകെ കൂടെ വെള്ളം കയറി വന്നത്. ആലുവയിൽ നല്ലൊരു ഭാഗം വീടുകൾ മുങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ താമസിച്ചത് എൻ്റെ ആലുവ UC കോളേജിലാണ്. നമ്മളെ വീട് വിട്ട് പോകേണ്ടി വന്നു. എൻ്റെ വീടിൻ്റെ പടിക്കലേറ്റ് വെള്ളം വന്നപ്പോൾ, പിന്നെ ചുറ്റും വെള്ളം വന്നപ്പോൾ ഞാൻ നേരെ വേണേ എൻ്റെ വൈഫ് ഹൗസ് എറണാകുളത്തായിരുന്നു, എനിക്ക് വരാമായിരുന്നു. പക്ഷെ അവിടെയാണ് എൻ്റെ ആലുവയിലെ ജനങ്ങൾ, ആലുവയിലെ എൻ്റെ പ്രിയപ്പെട്ടവർ, അവർ ക്യാമ്പുകളിൽ കിടക്കുമ്പോൾ ഞാനിപ്പോൾ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലോ. ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, ഭാര്യ, അതുപോലെ തന്നെ വാപ്പ, ഉമ്മ, എൻ്റെ ഫാമിലി എല്ലാവരും ഞങ്ങൾ ആലുവ UC കോളേജ്, അവരെ ഞാൻ കൊണ്ടുപോയാക്കിയിട്ട് രാവിലെ ഞാൻ പോകും. പിന്നെ രാത്രി തിരിച്ചു വന്നത്. രാത്രി രക്ഷാപ്രവർത്തനം നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നവരെ അവിടെ നിൽക്കും. സത്യം പറഞ്ഞാൽ അന്നൊക്കെ ഭയങ്കര ടെൻഷനായിട്ടുണ്ട്. കാരണം കുറച്ച് പേര് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വണ്ടി രക്ഷാപ്രവർത്തനം സാറ് വണ്ടികൾ കിട്ടോ, ഇഷ്ടപ്പെട്ടെ വണ്ടികൾ കിട്ടോ. അപ്പോൾ പല ബന്ധുക്കളും വന്നുകൊണ്ട്, അപ്പോൾ പല സ്ഥലത്താണ് വീടുകളിൽ പെട്ടെടുക്കുന്നത്. അപ്പോൾ വന്ന് പറയും, MLA എൻ്റെ വീട്, എൻ്റെ ബന്ധുക്കൾ അവിടെയാണ്, ഒരാൾ ഇവിടെയാണെന്ന് പറയും. സത്യം പറഞ്ഞാൽ ആ സമയത്ത് വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. കാരണം വെളിപ്പാടകലും നിൽക്കേണ്ടവർ, ഇവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇവര് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാൻ വലിയ പ്രയാസം. പിന്നെ ഈ പ്രളയ സമയത്ത് നമ്മൾ പ്രളയം കഴിഞ്ഞു, വെള്ളം ഇറങ്ങിപ്പോയി, എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് വെള്ളം ഇറങ്ങിപ്പോയതാ, അറിയാലോ. അപ്പൊ അങ്ങനെ വെള്ളം ഇറങ്ങിപ്പോയ ശേഷം അതിന് ഞാൻ 38 വീട് കൊടുത്തു. ഇത് കൂടാതെ അന്ന് ഈ അമ്മക്കിളിക്കൂട് കൂടാതെ, അതായത് പ്രളയം വന്ന അമ്മക്കിളിക്കൂട് ഉണ്ട്. പക്ഷെ ഇത് അമ്മക്കിളിക്കൂട് അമ്മക്കിളിക്കൂട് വിഡോസിന്റെ പ്രോജക്റ്റ് ആണല്ലോ. പ്രളയത്തിലേക്ക് ഞാൻ ഇതുപോലെ സ്പോൺസർമാരെ കണ്ടെത്തി 38 വീട് ഞാൻ പണിതു. 38 വീട്. അന്ന് പിന്നെ ഞാൻ ഏകദേശം 28,000-ഓളം കിറ്റ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പലർക്ക് ജീവനോപാധി മേടിച്ചു കൊടുത്തു. അങ്ങനെ പല കാര്യങ്ങളും ആ പ്രളയ സമയത്ത് നമുക്ക്
ചെയ്യാൻ സാധിച്ചു. അന്ന് താങ്കളെ വിഷമിച്ച സംഭവം എന്താണ് ഈ പ്രളയ സമയത്ത്? കാരണം ഇത് ഒരു നിർമ്മിതമായ ഒരു പ്രളയമായിരുന്നല്ലോ, പെട്ടെന്ന് തുറന്നു വിട്ട് തീർച്ചയായും MM മണി അതുവരെ കടുംപിടുത്തം പിടിച്ചു. അവരുടെ മിസ്മാനേജ്മെന്റ് അത് തന്നെ സംഭവിച്ചു. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ദുരന്തം അനുഭവിച്ച 2 സ്ഥലങ്ങൾ, ഒന്ന് ആലുവയും രണ്ടാമത്തെ പറവൂരാണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ മഠത്തെ കൂടുതൽ പറവൂരാണ്. സതീഷ് ചേട്ടൻ വളരെ അതിനകത്ത് ഇടപെട്ട് പുള്ളി വളരെ കുറേ വീടുകൾ പണിത് കൊടുത്ത്, അത് 300ഓളം അതല്ല ഇവരെല്ലാം വീട് പണിത് കൊടുത്തത് പ്രളയം വന്നപ്പോൾ ഹൈബി സതീഷ് ചേട്ടനൊക്കെ ചെയ്തു. ഞാൻ അതിനു മുമ്പ് പറയുന്നതാണ് എൻ്റെ. അപ്പോൾ പ്രളയ സമയത്ത് ഞാൻ ഇത്ര വീട് പണിത് കൊടുത്തു. താങ്കൾക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വിഷമിച്ച അനുഭവം എന്താ? അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ വെളിപ്പാട് അകലെ അവർ കിടപ്പുണ്ട്, രക്ഷപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബന്ധുക്കൾ വന്ന് നമ്മളെ സമ്മർദ്ദിച്ചിട്ട് ഒരാൾ വരെ എൻ്റെ ഫാമിലി അവിടെയാണെന്ന് പറയും, ഒരാൾ ഇവിടെയാണെന്ന് പറയും. അപ്പോൾ എന്ത് പറ്റും? നമ്മൾ സമ്മർദ്ദത്തിലാവാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് എല്ലാവരും ജീവൻ തുല്യമാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ബന്ധുക്കൾ ആ സമയത്തുണ്ടായ ഒരു മാനസിക സംഘർഷം ഒരു ജനപ്രതി എന്നല്ല, ഒരു മനുഷ്യനെന്ന് ഞാൻ വലിയ രീതിയിൽ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഡിസിഷൻ എടുക്കാൻ സമ്മർദ്ദം, അവർ സമ്മർദ്ദത്തിൽ തെറ്റില്ല, കാരണം അവർക്ക് അവരുടെ ബന്ധുക്കളെ രക്ഷപ്പെടുത്തണം. നമുക്ക് ചുരുക്കം വഞ്ചികളും ബോട്ടുകളും ഉള്ളൂ. ചില സമയത്ത് ഒഴുക്ക് വരുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം വെളിപ്പാട് അകലെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാരെ രക്ഷപ്പെടുത്താൻ ആ സമയത്ത് രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു മാനസിക പ്രയാസം. അന്ന് കുറേ ആളുകൾ മരിച്ചു. ആരെങ്കിലും അവിടെ എത്ര പേര് മരിച്ചിട്ടുണ്ട് ആലുവയിൽ? ആലുവയിലൊന്നും മരിച്ചിട്ടുള്ളൂ, ഒരാളെ മരിച്ചു, രണ്ടുപേരും. ശരിക്കും അന്ന് സംഘടിതമായിട്ട് അതിനെ നേരിടാൻ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഗവൺമെന്റ് നേരിടേക്കാൾ കൂടുതൽ നമ്മൾ ശരിയെടുത്തു. ഗവൺമെന്റ് ഇല്ലാന്ന് പറയല്ല, ഗവൺമെന്റും മറ്റേ പിന്നെ നമ്മുടെ തീരദേശ പ്രദേശത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ അവർ വഞ്ചിയും വന്നു വല്ല നമുക്ക് യഥാർത്ഥമായ രക്ഷാപ്രവർത്തനം ഉണ്ടായുള്ളൂ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം ഇലക്ഷൻ വീണ്ടും വന്നിരിക്കുക. താങ്കൾ 2011 ഇലക്ഷൻ നേരിട്ട അതേ അനുഭവം തന്നെയാണോ 2026 നേരിടുമ്പോൾ ഉള്ളത്? അന്ന് 2011 ഒരു യൂസഫ് എന്ന് പറയുന്ന CPM MLA ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് താങ്കൾ മത്സരിച്ചത്. ഇപ്പോൾ ആരിഫ് MLA ആണ്. ആരിഫ് എന്ന് പറയുന്നത് അരൂരിൽ മത്സരിച്ച് എല്ലാ സമയത്തും വിജയിച്ചിട്ടുള്ള, ഗൗരിയമ്മേനെ തോൽപ്പിച്ചിട്ടുള്ള ആളാണ്. അവിടുന്ന് എല്ലാ സമയത്തും അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം ലോക്സഭയിലേക്ക് വിജയിച്ച ഒരാളാണ്. അദ്ദേഹം കഴിവ് തെളിയിച്ചുള്ള ആളാണ്. അവിടെ വന്നത് താങ്കളെ തോൽപ്പിക്കാനുള്ള റെഡിയായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇന്ന സ്ഥാനാർത്ഥി എന്നല്ലേ ഞാൻ കാണും. ഇപ്പം എനിക്ക് 3 ടൈം മത്സരിച്ചപ്പോഴും പല സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. ആദ്യം യൂസഫ് കെ ആയിരുന്നു, പിന്നെ സലീം കെ ആയിരുന്നു, രണ്ടാമത് നമ്മുടെ മുൻ MLA K മുഹമ്മദ് ആലമിൻ്റെ മകളായിരുന്നു, ഇപ്പം ഇദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ അവിടെ ഇന്ന സ്ഥാനാർത്ഥി എന്നുള്ളത് എൻ്റെ മുമ്പിൽ അത് ഞാൻ ഇതായിട്ട് പറയുന്നതല്ല കേട്ടോ, ഞാനത് നോക്കാറില്ല. നമ്മൾ 2 കാര്യം നമ്മുടെ ഇപ്പോൾ ഞാൻ ആദ്യം മത്സരിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് MLA മത്സരിച്ചു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞില്ലേ, സ്ഥാനാർത്ഥി ആരായാലും നമുക്കവിടെ പൊളിറ്റിക്കൽ വിഷയമുണ്ട്. പൊളിറ്റിക്കൽ വിഷയം നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് തെറ്റായ നയങ്ങൾ നമുക്കറിയാലോ, ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ ജനങ്ങൾ എന്തൊക്കെ തരത്തിലാണ് പൊറുതിമുട്ടിയിരിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, വിലക്കയറ്റം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അത് നിയന്ത്രിക്കാൻ, പൊതുവിപണി നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നതിന് മാവേലി സ്റ്റോറോ അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റോറോ വഴി സബ്സിഡി സാധനങ്ങൾ കൊടുക്കാനോ ഈ ഗവൺമെൻറ് സാധിക്കുന്നില്ല. അത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഞങ്ങളൊക്കെ നിയമസഭയിൽ പലവട്ടം ഈ അടിയന്തര പ്രമേയവും ചർച്ചകളൊക്കെ നടത്തിയാൽ ഇവർ നേരാവില്ല. അപ്പം ഈ വിലക്കയറ്റം കൊണ്ട് സത്യം പറഞ്ഞാൽ ജനം പൊറുതി വിട്ടു. ഒരു മാസം അവസാനം വരുമ്പോൾ സത്യം പറഞ്ഞാൽ 2 അറ്റം കൂട്ടിമുട്ടിക്കുവാൻ പാവപ്പെട്ട ജനങ്ങൾ പ്രയാസപ്പെടുകയാണ്. അവരുടെ വരുമാനം കൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാ സാധനങ്ങളും. അപ്പം അതുകൊണ്ട് അതിൽ കേരളത്തിലെ നമുക്കറിയാം, ഒരു വീടിൻ്റെ ധനകാര്യമന്ത്രി ആരാണ്? സ്ത്രീകളല്ലേ. സ്ത്രീകൾക്കാണ് ഈ ഉപ്പ് മുതൽ കർപ്പൂരം വരെ വില കയറ്റം എന്താണ്. ഇപ്പം എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ഒക്കെ ഭാര്യമാർക്കാണ് അവർക്കറിയാൻ പാടുള്ളൂ ഇതിൻ്റെ വിലക്കയറ്റം എത്രയാണ് കറക്റ്റ്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകളും സഹോദരന്മാരും ഒക്കെ
ഈ വിലക്കയറ്റോട്ട് പുറത്ത് ഞാൻ പറയാം, ഒരേ മാസം 2 അറ്റം കൂട്ടിമുട്ടപ്പെടുക്കുന്ന ആ ആളുകളെ സംബന്ധിച്ചോളം അവർ വലിയ പ്രതിഷേധത്തിലാണ്. അതിന് വലിയ പ്രതിഷേധം അവർക്ക് മനസ്സിലുണ്ട്. പിന്നെ അക്രമം അല്ലേ, പണ്ട് നമ്മൾ പറയാം സ്ത്രീകൾക്കും കുട്ടികൾക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അവരാക്രമിക്കപ്പെടുന്നു, അവരെ പല രീതിയിലും ആക്രമിക്കപ്പെടുന്നു, മാനസികമായും ശാരീരികമായും ഒക്കെ അവരാക്രമിക്കപ്പെടുന്നു എന്ന് പറയും. പക്ഷെ ഇന്ന് സ്ത്രീകൾ കുട്ടികൾ മാത്രമാണ്, ഇന്ന് പുരുഷന്മാർക്ക് പോലും പുറത്തിറങ്ങിയേക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അല്ലേ. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ജനങ്ങളെ കൊന്നെടുക്കുകയല്ലേ. പണ്ട് നമ്മൾ ഇരട്ട കൊലപാതകം എന്ന് കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടായിരുന്നു അല്ലേ. ഇന്ന് ഇരട്ട കൊലപാതകം കേൾക്കുമ്പോൾ ഞെട്ടലില്ല. കാരണം ആഴ്ചയിൽ നടക്കുന്നത് ഇരട്ട കൊലപാതകമല്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അങ്ങനെ ഒരു കൊലപാതക പരമ്പര നടന്നത് ആലുവയിലാണ്. പക്ഷെ അന്ന് നമുക്ക് ഭയം ഉണ്ടായിരുന്നു, ഇത് കേട്ടപ്പോൾ ഞെട്ടലുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട സംഭവം. ഇന്ന് സർക്കാർ ഒറ്റപ്പെട്ടതെന്ന് പറയുമെങ്കിലും ഇന്ന് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ജനങ്ങൾ ഭയപ്പാടിലാണ് ഈ സർക്കാരിൻ്റെ ഈ മുന്നോട്ട് പോക്ക്. പോലീസിനെ നിയന്ത്രിക്കാനും കഴിയുന്നില്ല, പോലീസ് വേണ്ടതിൽ ആക്ട് ചെയ്യുന്നില്ല, ചിലവർക്ക് പൊളിറ്റിക്കൽ സംരക്ഷണം കൊടുക്കുന്നു, അവർക്ക് അവർ ജയിലിൽ കൊണ്ടുപോയിട്ടാൽ പോലും അമിതമായ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ഇതൊക്കെ ജനങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അഴിമതി, സ്വജനപക്ഷപാതം, ധൂർത്ത് ഒക്കെ ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയല്ലേ. ഈ ശബരിമല കാർഷിക രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും ഒക്കെ പാടെ തകർന്നിരിക്കുകയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ എങ്ങനെ ഇങ്ങനെ ജയിക്കണേന്ന്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആലുവക്കാർക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല, ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല. ഞാൻ ഈ 3 ടൈം മത്സരിച്ചപ്പോൾ ആലുവക്കാർക്ക് അൻവർ സാദത്താണെങ്കിൽ അവിടെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ പിന്നെ 3 ടൈം തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് മുതൽ ഈ നിയമസഭ 3 തെരഞ്ഞെടുപ്പിലും പിന്നെ രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനപ്പുറം ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അതുപോലെ ആലുവക്കാരെ ചേർത്ത് പിടിക്കുന്നത് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ്, ഒരാശങ്കയുമില്ല, ജയിച്ചിരിക്കും, നല്ല ഭൂരിപക്ഷം ഉണ്ടാകും. അതായത് 100% വിജയിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് താങ്കൾ പറയുന്നു. പക്ഷെ താങ്കൾക്കെതിരെ കുറേ ആരോപണങ്ങൾ അവിടെ പ്രതിപക്ഷം പറയുന്നുണ്ട്, എതിർ പാർട്ടികൾ പറയുന്നത് താങ്കൾ ഒരു വികസനവും ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല, വെറും നോക്കുകുത്തിയായിരുന്നു, ശരിയായ റോഡുകളില്ല, ശരിയായ വ്യവസായ സ്ഥാപനങ്ങളില്ല, എല്ലാം ഒന്നും ശ്രദ്ധിക്കാതെ ഉള്ള ഒരു MLA ആയിരുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഞാൻ പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? അത് വെറും എന്താ കണ്ണ് മഞ്ഞളിച്ചാണെന്ന് പറയില്ല, എന്തോ ഒരു ഇത് പറയില്ലേ, അങ്ങനെ എല്ലാം മഞ്ഞളിച്ച് തോന്നുള്ളൂ പറയും. അതവർ ഈ ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കും, ഉറക്കം നടിക്കുന്നതിന് എന്തെങ്കിലും വിളിച്ചെഴുന്നേൽപ്പിക്കും എന്ന് പറഞ്ഞു തരിക. അത് വെറും രാഷ്ട്രീയ ആരോപണമാണ്. ഈ തവണ 1991 കോടി രൂപയുടെ വികസനമാണ് ആലുവ മാത്രം. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് അവനെ വലിയ PR വർക്കും എൻ്റെ ഫേസ്ബുക്കിൽ നോക്കിയാൽ ഞാൻ അങ്ങനെ PR വർക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നടത്തി കൂടുതൽ താങ്കൾ ചെയ്ത പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ആലുവയിൽ ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ, ഒന്ന് ആലുവയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വിമർശനം ആലുവ KSRTC ബസ് സ്റ്റാൻഡ്, പുതിയ KSRTC ബസ് സ്റ്റാൻഡ്. അത് അന്ന് ഞാൻ KSRTC ബസ് സ്റ്റാൻഡ് പണിയാൻ വേണ്ടി പൊളിച്ചിട്ടു, പക്ഷെ നീണ്ടു പോയി. എൻ്റെ കുഴപ്പമില്ല, KSRTCയിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ കെടുകാര്യസ്ഥത കൊണ്ട് നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി, MLA ഫണ്ടിൽ നിന്ന് പൈസയും ഗവൺമെൻറ്റിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി പൈസയും മേടിച്ചുകൊണ്ട് ഏകദേശം 14 കോടി രൂപയോളം മുടക്കിക്കൊണ്ട് ആലുവയിൽ KSRTC എനിക്ക് വളരെ രൂക്ഷമായ വിമർശനം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിമർശനമായിരുന്നു. അത് ആ KSRTC ബസ് സ്റ്റാൻഡ് പണി പൂർത്തീകരിച്ചു. ഇന്ന് മനോഹരമായി വണ്ടി പാർക്ക് ചെയ്യാനും അതുപോലെ ആളുകൾക്ക് വന്നു പോകാനും ഒക്കെ അത് ഞാൻ പൂർത്തീകരിച്ചു. അത് സത്യമാണ്. കേട്ടോ, കസേരയില്ല KSRTCയിൽ അവിടെ ഇരിക്കാൻ, ജനങ്ങൾ യാത്രക്കാരിരിക്കാൻ. അപ്പോൾ അത് ഇതുപോലെ തന്നെ എൻ്റെ അടുത്ത് പരാതി വന്നു, ഞാൻ KSRTC വെക്കാൻ പറഞ്ഞു, അവർ ചെയ്തില്ല. ഞാൻ സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് കസേര മേടിച്ചിട്ടു. ടോയ്ലറ്റ് സംവിധാനം ഉണ്ടായില്ല, അത് ഞാൻ ഓർത്ത് KSRTC വെക്കുന്നു, അത് ഞാൻ അതിൻ്റെ സംവിധാനം ഉണ്ടാക്കിക്കൊടുത്തു. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പിന്നെ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ആലുവ മാർക്കറ്റ്.
വികസനങ്ങളൊന്നുമില്ല, ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ആലുവ മാർക്കറ്റ് കേട്ടോട്ടാ, ആലുവ മാർക്കറ്റ് ഇതുപോലെ തന്നെ രൂക്ഷമായി അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ ജോണേട്ടനും എനിക്ക് നിരന്തരമായി സൈബർ അറ്റാക്കും വിമർശനങ്ങളും, മാർക്കറ്റ് വന്നില്ല, ഉമ്മൻചാണ്ടി കല്ലിട്ടു. പണ്ട് ഉമ്മൻചാണ്ടി സാർ കല്ലിട്ടായിരുന്നു, അത് ശരിയാണ്. പക്ഷെ അത് ചില ലോണിൻ്റെ ചില വിഷയങ്ങൾ ബാങ്കുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ട് ഉണ്ടായതുകൊണ്ട് ആ പദ്ധതി അങ്ങ് ഡ്രോപ്പ് ചെയ്തു പോയി. പിന്നെ നമ്മളെന്ത് ചെയ്ത് വീണ്ടും ആ പദ്ധതി ഇപ്പം ഈ ടൈമിൽ ഞാൻ നിരന്തരമായി അത് ഗവൺമെൻറ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി വളരെ ഫോളോ അപ്പ് ചെയ്ത് നിന്ന് 10 കോടിയുടെ മാർക്കറ്റ് തുടങ്ങാനാണ് മുനിസിപ്പാലിറ്റി ആലോചിച്ചിരുന്നത്. അത് 50 കോടിയുടെ ഹൈടെക് മാർക്കറ്റ് പെരിയാറിന് തീരത്തെ മാർക്കറ്റ്, അവിടെ സൈഡ് റെസ്റ്റോറൻ്റ് അടക്കം ഒരു ഹൈടെക് മാർക്കറ്റ് ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്ന് ശിലാസ്ഥാപനം നടത്തി. അത് നിർമ്മാണ പ്രവൃത്തിയുടെ 150 പൈലിങ്ങുകളുണ്ടായി. അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വികസനം. 2 നമുക്ക് പിന്നീടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് പുറയാർ ROB എന്ന് പറഞ്ഞൊരു റെയിൽവേ മേൽപ്പാലമുണ്ട്. അവർ തിരുവനാനക്കര അറിയായിരിക്കും, ദേശത്തുനിന്ന് തിരുവനാനക്കര കാഞ്ഞൂർ പള്ളി അങ്ങനെയൊക്കെ പോണ അവിടെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് ദേശം വല്ലങ്ങട് റോഡ്. അവിടെ പുറയാർ ROB എന്നൊരു കുറേ ആളുകൾ അവിടുത്തെ യാത്ര ചെയ്യുന്ന ആളുകളുടെ സ്വപ്നമായിരുന്നു. അത് ഫണ്ട് അനുവദിപ്പിച്ച് അതിൻ്റെ ടെൻഡർ ചെയ്തു. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി മന്ത്രി ഒന്ന് ഉദ്ഘാടനം ചെയ്ത് അതിന് നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊടുക്കുക. അതുപോലെ തന്നെ അകപ്പുറമ്പ് ROB ഉണ്ട്. പഴയ എയർപോർട്ടിലേക്ക് റോഡ് ഉണ്ട്. ഞാൻ പണ്ട് വയലാർജീനെ ആ ബ്ലോക്കിൽ കിടന്നിട്ട്, റെയിൽവേ ബ്ലോക്കിൽ കിടന്നിട്ട് ഞാൻ ബൈക്കിൽ കൊണ്ടുപോയി എയർപോർട്ടിലാക്കിയിട്ടുണ്ട്. അന്ന് എൻ്റെ മനസ്സിൽ ആലോചിച്ചിരുന്നു, ഇവിടെ ഒരു മേൽപ്പാലം ആവശ്യമില്ല എയർപോർട്ടിൽ പോകുന്ന ആൾക്കും, അതിൽ ആ നാട്ടിൽ നെടുമ്പാശ്ശേരിയിലുള്ള ആൾക്കാർക്ക്. ഈ തവണ ഞാൻ ഈ ടൈമിൽ എയർപോർട്ടിൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തി അവിടെ റിക്വസ്റ്റ് കൊടുത്ത് എയർപോർട്ടിൻ്റെ പൈസ 50 കോടി അനുവദിച്ച് ഇന്ന് അവിടെ അതിൻ്റെ അലൈൻമെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ആലങ്കക്കടവ് പാലം ആ നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഈ തവണ ഉദ്ഘാടനം ചെയ്തു. പാറപ്പുറം വല്ലങ്കടവ് പാലം നിർമ്മാണ പ്രവൃത്തി ചെയ്ത് അത് ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ചങ്ങമനാട്, എൻ്റെ സ്വന്തം പഞ്ചായത്താണ്, ചങ്ങനാട് ജംഗ്ഷൻ്റെ ആ ജംഗ്ഷൻ വിപുലീകരണത്തിന് വേണ്ടി 5 കോടി രൂപ ബഡ്ജറ്റിൽ നിന്ന് അനുവദിച്ച് അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ റെഡിയായി അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് പോയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രധാന ജംഗ്ഷനാണ് കോമ്പാറ എടത്തല പഞ്ചായത്തിൽ, അത് 5 കോടി അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി നിർമ്മാണത്തിൻ്റെ അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നു, മറ്റേ അലൈൻമെൻറ്റൊക്കെ റെഡിയായി സ്ഥലം ഏറ്റെടുക്കുന്ന വേണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ആലുവയിലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, ആലുവ മാർക്കറ്റ് റോഡ് 10 കോടി അനുവദിച്ച് അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ റെഡിയായി അതിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലുവയിലെ പിന്നെ പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് ബ്ലോക്കിൻ്റെ വിഷയം, അത് കേട്ടിട്ടാണ് നമ്മുടെ ഹൈവേയിൽ പുള്ളിഞ്ചോട് മുതൽ പറവൂർ നിങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഈ മാർക്കറ്റ് റോഡിൻ്റെ വീതി കൂട്ടിക്കഴിയുമ്പോൾ ആലുവ ടൗണിലെ ഏകദേശം ബ്ലോക്ക് നമുക്ക് മാറ്റി. പക്ഷെ ഹൈവേയിലെ ബ്ലോക്ക് ഇപ്പോഴും പ്രശ്നമാണ്, ഹൈവേയിലെ ബ്ലോക്ക് ഇപ്പോഴും പ്രശ്നമാണ്. പക്ഷെ അത് ഞാൻ നിരന്തരമായി ഇപ്പോൾ ഈ ടൈമിൽ ഞാനും അവിടുത്തെ MP ബെന്നി ബെഹനാനും കൂടി നിതിൻ ഗഡ്കരിയെ പോയി കണ്ടു. അദ്ദേഹം നോക്കാമെന്ന് പറഞ്ഞു, അവിടെ ബന്ധപ്പെട്ട NHന്റെ ആളോട് പറഞ്ഞു വിട്ടു. പക്ഷേ ഇത് വലിയൊരു പ്രോജക്റ്റാണ്. ഇതൊരു MPയോ MLA മാത്രം ഇനിഷ്യേറ്റ് ചെയ്ത് നടക്കുന്ന പ്രോജക്റ്റല്ല. അതിന് കേരളത്തിലെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുക്കുക. ഞാൻ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, മുഖ്യമന്ത്രി സെപ്പറേറ്റ് ഓരോ ജില്ലയുടെ മീറ്റിംഗ് വിളിച്ചപ്പോൾ അതിലാവശ്യപ്പെട്ടു. അങ്ങനെ കത്ത് കൊടുത്തു. അങ്ങനെ പലതവണ കൊടുത്തിട്ടും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അതിനെ വേണ്ട ഗൗരവത്തിലെടുത്തില്ല. ഒരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്താൽ മാത്രമാണ് ആ പ്രോജക്റ്റ് നടക്കുകയുള്ളൂ. അത് ഗവൺമെൻറ്റിൻ്റെ വീഴ്ചയാണ്, എൻ്റെ വീഴ്ചയല്ല. ഇപ്പോഴാ ബ്ലോക്ക് ജനങ്ങൾ അനുവദിക്കുന്നത്. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ തവണ ഒരു കാര്യമുണ്ട്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് യാത്രയുമായി വന്നപ്പോൾ അവിടുത്തെ ആളുകൾ, ഞാനുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ഉറപ്പ് നൽകി ആലുവക്കാർക്ക്. UDF അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് ആലുവക്കാർക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ആത്മവിശ്വാസമായി. പിന്നെ വികസനം നമുക്ക് ഒരു മണ്ഡലത്തിൽ വികസനം പൂർത്തീകരിച്ചെന്ന് പറയാൻ പറ്റും. പറ ഏതെങ്കിലും എന്നെ പറയൂ, എൻ്റെ മണ്ഡലത്തിൽ വികസനം പൂർത്തിയായിട്ടുണ്ട്. ഞാൻ പറയുന്നു ആലുവയിലും വികസനം ഇനി നടക്കാനുണ്ടെന്നേ. ഇപ്പം ഞാനിപ്പോൾ കുറച്ചാണ് പറഞ്ഞത്. ഇത് വിദ്യാഭ്യാസ രംഗത്ത് ഏകദേശം 20 കോടി രൂപയോളം, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ 16 കോടി,
PHSC CHSC ഒക്കെ അതിന്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിദ്യുച്ഛക്തിയുടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് 31 കോടി രൂപ, ഈ അതുപോലെ കുടിവെള്ള പദ്ധതി 4 കോടി രൂപ. വ്യവസായ മേഖലയിൽ താങ്കൾ തീരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണമാണുള്ളത്. അങ്ങനെ വ്യവസായം വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വലിയ വ്യവസായ മേഖലയാണ് ആലുവ. അല്ല, അത് ഏലൂര് പഞ്ചായത്ത്, ഏലൂരായിരുന്നു, അറിയാലോ. ഇപ്പൊ അത് ആലുവയിലല്ല. ആലുവയില് അങ്ങനെ വ്യവസായം, അത് കളമശ്ശേരിക്ക് പോയി. അത് ആ വ്യവസായ മേഖല എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടാകും. താങ്കളിപ്പം പറഞ്ഞു. പക്ഷെ ഇപ്പൊ ആലുവ പിന്നെ എയർപോർട്ടുമായി എല്ലാവിധ, ഇപ്പൊ മെട്രോ, ഇപ്പൊ നമ്മളുടെയൊക്കെ ഇനിഷ്യേറ്റീവ് സമ്മർദ്ദം കൊണ്ടാണ് മെട്രോ ഇപ്പൊ എയർപോർട്ടിലേക്ക് നീട്ടുന്നത്. ഇപ്പൊ നിയമസഭയിൽ താങ്കൾ ഗുണ്ടയെ പോലെ പ്രവർത്തിക്കുന്നു. കാരണം സ്പീക്കറെ ഡയസൊക്കെ അടിച്ച് പൊളിക്കാനൊക്കെ ചാടി ഇറങ്ങി ഗുണ്ടായിസം കാണിച്ചു എന്നൊക്കെയാണ് താങ്കളെ കുറിച്ച് പ്രചരണം. എന്താണ് അതിനെക്കുറിച്ച്? അല്ല, അതൊന്നുമില്ല. അങ്ങനെ ഞാൻ ഡയസ് അടിച്ചു പൊളിക്കാനോ അങ്ങനെ വേറെ പോയിട്ടില്ല. അത് നിയമസഭയിൽ നമ്മൾ പ്രശ്നം, അത് പല ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ശബരിമല വിഷയത്തില് അതായിരുന്നു ഒരു പ്രശ്നം. അപ്പൊ അതില് മന്ത്രി രാജിവെക്കണമെന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. അതായത് നിയമസഭയിൽ ഏറ്റവും കത്തുന്ന രംഗം താങ്കളാണ്. ഇതൊക്കെ ചാടി, അല്ല ഞാൻ പറഞ്ഞില്ല, ശബരിമല ഇഷ്യൂവിൽ ഞാൻ അതിനകത്തേക്ക് കയറാനാണ് ശ്രമിച്ചത്. അതെ, ചാടി മറിഞ്ഞു സ്ഥാനം കയറാൻ ശ്രമിച്ചു. അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗം. അവിടെ അതിനൊരു സാമഗ്രികളോ ഇപ്പൊ ഇവര് അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കാണിച്ച് അറിയാലോ, അതിന്റെ ഒരു ശതമാനം പോലും ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം. അതായത് ശബരിമല ഇഷ്യൂവിൽ ഗവൺമെന്റിന്റെ കൊള്ളയ്ക്കെതിരെയുള്ള സമരമായിരുന്നു താങ്കൾ, അതിനുള്ള പ്രതിഷേധമായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ ശബരിമല ഇഷ്യൂ ഒരിക്കലും ഒരു മതവിശ്വാസി അല്ലെങ്കിൽ മതവിശ്വാസി അല്ലെങ്കിൽ ആ സമൂഹത്തിന് മാത്രം ഇഷ്യൂ അല്ല. അത് കേരളത്തിലെ ഓരോ മനുഷ്യന്റെ, ഓരോ മതവിശ്വാസിനും മനസ്സിനെ വ്രണപ്പെടുത്തിയ കാര്യമാണ്. കാരണം ഇവരിങ്ങനെ ചെയ്യുമോ? ഇവരെ ബന്ധപ്പെട്ട 2 നേതാക്കന്മാരല്ലേ അത് ജയിലിനകത്ത് പോയത്. അവർ ഇതുവരെ നടപടി എടുത്തിട്ടില്ല. ഇപ്പോഴും നടപടി എടുത്താ? ഒരാൾക്ക് താക്കി എന്ന് കൊടുത്തു കേട്ടത്, നടപടി എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ല. എന്തുകൊണ്ട് ഇത്ര കുറ്റ ആരോപിതരായി ഇവര് അകത്ത് പോയി കിടന്നിട്ട് ഇവരെന്തൊരു നടപടി എടുത്തില്ല? അപ്പൊ ഓരോ മതവിശ്വാസിയുടെയും മനസ്സിനെ വ്രണപ്പെടുത്തിയ, പ്രയാസപ്പെടുത്തിയ വിഷയമാണ്. അവിടെ ഞങ്ങൾ പറയുന്നു, നിയമസഭ മര്യാദക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ ആ മന്ത്രി രാജിവെക്കണം. അപ്പം ഞങ്ങൾ സമരം ചെയ്തു. അപ്പോൾ കുറച്ച് അഗ്രസീവായി എന്ന് വെച്ചാൽ ഞങ്ങൾ സഭയുടെ യാതൊരു സാധനം നശിപ്പിക്കാനോ വേറൊരു കാര്യത്തിൽ ഞങ്ങൾ നിന്നിട്ടില്ല. അതായത് ശബരിമല ഇഷ്യൂ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഒരു മുസ്ലിമായ അൻവർ സാദത്ത് ഹിന്ദുക്കളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് മുന്നിൽ ചാടി പ്രവർത്തിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമാണ് നടന്നത്. താങ്കൾ ഒരു തികച്ചും മതേതരവാദിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മതവിശ്വാസം അത് എൻ്റെ വ്യക്തിപരമാണ്. സഹോദര സമുദായങ്ങളിൽപ്പെട്ട ആ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നു, അതിനെ ചേർത്ത് പിടിക്കുന്നു, അതിൻ്റെ ആ ഇഷ്യൂസുകളിലൊക്കെ ഞങ്ങൾ ഇടപെടുന്നു. അനാവശ്യമായ ഒരു മതത്തിൻ്റെ വിഷയങ്ങൾ ഞങ്ങൾ ഇടപെടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുമ്പിൽ ഒരു വിഷയം വരുമ്പോൾ അവിടെ ജാതി മതം എന്ന പ്രശ്നം, അവിടെ ആ ഇഷ്യൂവിൻ്റെ ജെനുവിനിറ്റിയാണ് നോക്കുന്നത്. ആ ഇഷ്യൂവിൽ എന്താണ് പ്രശ്നം, അത് നമ്മൾ ഇടപെടാൻ പറ്റിയതാണോ, നമ്മൾ ഇടപെടും. അവിടെ എൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയുന്നു, ജാതി മതമൊന്നും എൻ്റെ മുമ്പിൽ പ്രശ്നമല്ല. ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നപ്പം താങ്കൾ ഒരു തരത്തിലും അദ്ദേഹത്തെ സഹായിക്കാൻ പോയില്ല. അദ്ദേഹം ഇല്ലാത്ത കള്ളക്കേസിൽ പെടുത്തിട്ടപ്പോൾ താങ്കൾ മിണ്ടാതിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു സമീപനം പല കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞ രാഹുലിൻ്റെ വിഷയത്തിൽ നമ്മളതൊക്കെ ഇപ്പോൾ അറിയാലോ. രാഹുലിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ പാർട്ടിയാണ് നടപടി എടുത്തത്. നമ്മളെപ്പോഴും അതിന് ആവശ്യമില്ല, നമ്മളെപ്പോഴും പ്രതികരിക്കും, വർത്തമാനം പറയേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ എപ്പോഴും മീഡിയയുടെ മുമ്പിൽ പോയി പ്രതികരിക്കാനോ ഒന്നും നിൽക്കുക. എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എൻ്റെ പാർട്ടി തലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി അത് രാഹുലിനെ ആ വിഷയം വന്നപ്പോൾ തന്നെ സംരക്ഷിക്കാനല്ല നോക്കിയത്, പാർട്ടി നടപടി പുറത്താക്കി. പാർട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം CPM പറയുന്നത് അവർ വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ്, 110 സീറ്റോട് കൂടി അധികാരത്തിൽ വരുമെന്നൊക്കെയാണ്. വലിയ ബോർഡുകൾ എല്ലാ സ്ഥലത്തും. ആലുവയ്ക്ക് കടന്നു കഴിഞ്ഞാൽ ബോർഡുകൾ എന്നറിഞ്ഞ് LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ബോർഡുകളാണ് നാഷണൽ ഹൈവേയിലൊക്കെ ഏറ്റവും കൂടുതൽ ആലുവ ഭാഗത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം വിലയിരുത്തി വയ്ക്കുമ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകർ വന്നപ്പോൾ എൻ്റെ മണ്ഡലത്തിന് 6 കിലോമീറ്ററിൽ ഇടയിൽ തന്നെ 13-14 ബോർഡ്. അത് വലിയ ബോർഡ്. ഒരു ആവശ്യത്തിന് കാശുണ്ട്. ആ കാശ് ഉപയോഗിച്ച് അവരിഷ്ടംപോലെ പരസ്യം പബ്ലിക് ചെയ്തു. ആ ഇത് വെച്ച് അവർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തിരിച്ചു വയ്ക്കുന്നത് ഇപ്പം ഈ അഴിമതി, ദൂർത്ത്, ശബരിമല വിഷയം,
അതുപോലെ തന്നെ സ്വജനപക്ഷപാതം, വിലക്കയറ്റം, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് LDF അല്ല മറ്റാരുണ്ട് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അല്ല, അത് മണ്ഡലത്തെ ബാധിക്കുമോ? ഇത്രയും വലിയ പബ്ലിസിറ്റി, കോടികളുടെ പരസ്യമാണ് ചെയ്യുന്നത്, ബോർഡ് എല്ലാ സ്ഥലത്തും ബോർഡ് നിറഞ്ഞിരിക്കുന്നു. ആ പബ്ലിസിറ്റി കൊണ്ട് പിണറായി വിജയൻ്റെ പുഞ്ചിരിച്ച മുഖമുണ്ട്, അത് അവിടെ എഫക്റ്റ് ചെയ്യും? ഒരു എഫക്റ്റും ചെയ്യില്ല. അതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു ബോർഡ് വെച്ചേക്കണം. ജനത്തിന് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ഇത്തവണ ഞാൻ പറയട്ടെ, ഞങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഡോർ ടു ഡോർ ഞങ്ങളുടെ സഹപ്രവർത്തകർ പോയിട്ടുണ്ട്. ഞാൻ ക്യാമ്പയിൻ്റെ ഭാഗമായി ജംഗ്ഷനുകൾ, അതുപോലെ വീടുകളിൽ പോയിട്ടുണ്ട്, പിന്നെ സ്ഥാപനങ്ങളിൽ പോയിട്ടുണ്ട്. അങ്ങനെ ആൾക്കൂട്ടമുള്ള എല്ലാ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഞാൻ പല പരിപാടികൾക്കും അതിൻ്റെയൊക്കെ കൂട്ടം പിരിച്ച് പോയിട്ടുണ്ട്. അവിടെയൊക്കെ എനിക്കുണ്ടായ അനുഭവം, എൻ്റെ UDFൻ്റെ സഹപ്രവർത്തകരുടെ അനുഭവം എന്താണെന്നറിയാം. അവർക്കുണ്ടായ ഫീഡ്ബാക്ക് എനിക്കുണ്ടായ ഫീഡ്ബാക്ക് ഒന്നായിരുന്നു. അവിടെ ഇടതുപക്ഷ അനുഭാവികൾ, സഹയാത്രികർ ഞങ്ങളുടെ അടുത്ത് എന്താ പറയുന്നറിയാമോ? ഇത്തവണത്തോട്ട് UDFനാണ്. അതിൻ്റെ പ്രത്യേകത മനസ്സിലായത്, കഴിഞ്ഞ തവണ അവർക്ക് ചെയ്തത്, ഇത്തവണത്തോട്ട്. അങ്ങനെയാണ് കേരളത്തിൽ മുഴുവനും, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും, നമ്മളെ ഇടതുപക്ഷ സഹയാത്രി, ഇടതുപക്ഷ അനുഭാവികൾ, അവരുടെ ആളുകൾ എല്ലാവരും ഇത്തവണ UDFന് വോട്ട് ചെയ്യാൻ റെഡിയായിട്ട്. കാരണം എന്ത് പരസ്യം വെച്ചാലും, എന്ത് പ്രചരണം നടത്തിയാലും ഈ സർക്കാരിൻ്റെ ചെയ്തികൾ ഇന്ന് വെറുക്കപ്പെട്ട സർക്കാരായി മാറിയിരിക്കുന്നു. അതിന് ആ വോട്ട് ആലുവയിലും കിട്ടും, കേരളത്തിലും കിട്ടും. കേരളത്തിൽ 100 സീറ്റുമായി അധികാരത്തിൽ വരും. അതിലൊരു സീറ്റ് ആലുവയിലിരിക്കും. എത്ര വോട്ടിന് താങ്കൾ ജയിക്കും? എനിക്ക് കഴിഞ്ഞ തവണത്തെ 18,800 ചില്ല, അതിലും മുകളിൽ ഭൂരിപക്ഷം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു? അല്ല, അവിടെ ഞാൻ അങ്ങനെ നിർത്തില്ല. ആലുവയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ആലുവ കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ എല്ലാം കിട്ടിയിട്ടുള്ളത് വരെ ഇപ്പോൾ കഴിഞ്ഞ തവണ 3 പഞ്ചായത്ത് അവർക്കായിരുന്നു. ബാക്കി ഈ തവണ എല്ലാ പഞ്ചായത്തും കിട്ടി, എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കിട്ടി, മുനിസിപ്പാലിറ്റി കിട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് 3 ഉണ്ട്, ആ 3 ബ്ലോക്ക് പഞ്ചായത്തും കിട്ടി. നല്ല UDF നല്ല മെജോറിറ്റി ഉണ്ടായി. അല്ല, എല്ലാ സ്ഥലത്തും MLA-മാർക്ക്, കഴിഞ്ഞ തവണത്തെ MLA-മാർക്ക് സീറ്റ് കൊടുത്തു. പക്ഷെ എൽദോസ് കുന്നംപള്ളിക്ക് സീറ്റ് കൊടുക്കാതിരുന്നത് വളരെ തെറ്റായൊരു കാര്യം, അനീതിയല്ലേ ശരിക്കും ചെയ്തത്? ഞാൻ പാർട്ടി ഒരു ഡിസിഷൻ എടുത്ത കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. എൽദോസ് നല്ലൊരു ജനപ്രതിയാണ്. എൽദോസ് അദ്ദേഹം എല്ലാ പ്രവർത്തനം ജനങ്ങളുടെ നല്ല പോകുന്ന ആളാണ്. പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ തീരുമാനമാണ് ഞങ്ങളുടെ എല്ലാവരും തീരുമാനം. ഈ ഇലക്ഷനിൽ നമ്മളെ നയിച്ചത്, കഴിഞ്ഞ പുതുയുഗ യാത്ര നയിച്ചത് നമ്മുടെ VD സതീശനാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായ ശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വൻ വിജയമാണ് നേടിയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് എന്താ? VD സതീശൻ നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്, നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം വിഷയങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ പുറത്ത് വിഷയങ്ങൾ ഏറ്റെടുത്താലും ഒക്കെ കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നിലയിലും ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ആൾ തന്നെ, സംശയമില്ല. അദ്ദേഹം അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ളൊക്കെ വലിയ പ്രചരണം നമ്മുടെ ഒരു ഭാഗത്ത് അല്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായി വരണമെന്നാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ്സിനൊരു നടപടിക്രമമുണ്ട്. അത് ഇപ്പം ഞാനിപ്പോൾ 3 ടൈമായാലും ഇപ്പോൾ ഒരാണ് മുഖ്യമന്ത്രി തിരക്കേണ്ടത്, 2 പ്രതിപക്ഷം തിരക്കേണ്ടത്. അവിടെ ഹൈക്കമാൻഡാണ് തീരുമാനം, പാർട്ടിയാണ് തീരുമാനം ആര് മുഖ്യമന്ത്രിയാണോ ഇവരുടെ ഈ മീഡിയയിലും മറ്റുള്ള മഞ്ഞക്കൂട്ടൊന്നും ഇവരാരും അങ്ങനെ തറക്കൊന്നുമില്ല. അവരെല്ലാവരുടെ മുമ്പിൽ ഇപ്പം എന്താ ഗവൺമെൻറ് വരണമെന്നാണ്. അപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കും, യാതൊരു സംശയമില്ല. അത് ആരാണെന്ന് പറയാൻ പറ്റില്ല. അത് പറഞ്ഞല്ലോ. ഇപ്പം പ്രതിപക്ഷാവ് പറഞ്ഞിട്ട്, രമേശ് ചെന്നിത്തല പറഞ്ഞിട്ട്, KC വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട്, ഹൈക്കമാൻഡ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ ഹൈക്കമാൻഡ് പാർട്ടി ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. അതെല്ലാം അന്നത്തെ അന്നുള്ള കോൺഗ്രസ് MLA-മാരും UDF MLA-മാരും അംഗീകരിക്കും. പുതുയുഗ യാത്ര ആലുവയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പാർട്ടിസിപ്പേഷനാണ്, നല്ല ഉഗ്രം സ്വീകരണം ഞങ്ങൾ പ്രതിപക്ഷത്തിന് കൊടുത്തത്. പ്രതിപക്ഷ നേതാവിനെ തോളിലേറ്റി കൊണ്ടുപോകുന്ന രംഗമാണ് ആലുവയിലും കണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതന്നെ, അദ്ദേഹത്തിന് പ്രതിപക്ഷ ഒരു ജാഥ അയക്കുമ്പോൾ അദ്ദേഹത്തെ തോളിലേറ്റി കൊണ്ടുപോകും, അതൊക്കെ സ്വാഭാവികമാണ്. അത് എക്കാലത്തും അങ്ങനെയാണ്. ആരാണോ നയിക്കുന്ന ആളെ തോളിലേറ്റി കൊണ്ടുപോവുക, അതിനെ കൂടുതൽ നല്ല ഉഷാറാക്കിയ പരിപാടി വിജയിപ്പിക്കുക എന്നാണ് ഓരോ UDF പ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ്.
ഈ കഴിഞ്ഞ തവണ നമുക്ക് 9 സീറ്റാണ് എറണാകുളം ജില്ലയിൽ കിട്ടി. ഇത്തവണ എത്ര സീറ്റ് കിട്ടാൻ? 14 സീറ്റും വിജയമുറപ്പാണ്. കേരളത്തിൽ ഇപ്പം ഒരു പല സർവേകളും വരുന്നത് ഈക്വൽ ഫൈറ്റ് ആണെന്നുള്ളൊരു പ്രചരണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സാധ്യത? അതൊക്കെ വെറും സർവേകൾ. ഞാൻ കണ്ടു. ഞാൻ പിന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഓട്ടത്തിനിടയിൽ ഈ സർവേ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ഡീൽ എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞത് BJPയും CPM തമ്മിലുള്ള ഡീൽ നടന്നിരിക്കുകയാണ്. 10 സീറ്റിൽ BJPയെ വിജയിപ്പിക്കുക, ബാക്കി 130 സീറ്റിലും LDFനെ വിജയിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനമെടുത്തായിട്ടുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞിരിക്കുകയാണ്. അത് അങ്ങനെ ഒരു കാര്യം വന്നാൽ ആലുവയെ ബാധിക്കുമോ? അന്ന് ആലുവയെ ബാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, അത് നേതാക്കന്മാർ പറഞ്ഞു. എൻ്റെ മുമ്പിലിപ്പോൾ ഞാൻ വേറെ ഒരു പൊളിറ്റിക്കൽ ഇതൊന്നും എൻ്റെ മൈൻഡിലില്ല. ഇപ്പം ഇതൊന്നും എന്ന് പറയുന്നത് എൻ്റെ മുമ്പിൽ ഞാൻ ആലുവയിൽ ജയിക്കാനുള്ള ജനങ്ങളുമായി കൂടുതൽ ഓരോ ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഓട്ടത്തിലാണ്. അതാണ്ട് മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ 2020 ഇത്തവണ ധാരാളം സ്ഥാനാർത്ഥിയുണ്ട്. ആലുവയിലും 2020യുടെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥിയാണ്. അവർക്ക് 2020യുടെ ഭയങ്കര പിന്തുണയുമുണ്ട്. കൂട്ടുകെട്ട് അതെന്തെങ്കിലും ബാധിക്കാൻ സാധിക്കും? 2020 ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാടെടുത്ത് കഴിഞ്ഞപ്പോൾ NDA കൂടി കഴിഞ്ഞപ്പോൾ 2020യുടെ കൂടെ നിന്ന് ഒത്തിരി ആളുകൾ അവരൊപ്പം പോയിട്ടില്ല. കുറേ ആൾക്കാർ ന്യൂട്രലായി, കുറേ ആൾക്കാർ തിരിച്ച് അതാത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഒരു സാഹചര്യം. അതുകൊണ്ട് അതൊന്നും അങ്ങനെ മണ്ഡലങ്ങളിലൊന്നും ബാധിക്കുന്നു. അപ്പോൾ താങ്കൾ വിശ്വസിക്കുന്നത് താങ്കളെ തകർക്കാൻ ആരിഫ് MLAക്ക് കഴിയില്ല, ആരിഫ് MLA അല്ല, അപ്പം ആരിഫ് കഴിയില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ഞാൻ പറഞ്ഞില്ലേ താങ്കളെ തീർക്കും എന്നാണ് ആരിഫ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് തീർക്കാന്ന് പറഞ്ഞാൽ ഇലക്ഷൻ തോൽപ്പിക്കുന്നു. സ്വാഭാവികം. അതൊരു സ്ഥാനാർത്ഥി ഒരിക്കലും ജയിക്കൂല എന്ന് പറയില്ലല്ലോ. ഇപ്പം ഞാൻ പറയൂല, ആരായാലും പറയൂല്ലോ, ഏത് സ്ഥാനാർത്ഥിയാലും പറയില്ല ജയിക്കില്ല എന്ന് പറയില്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഒരു രാഷ്ട്രീയ ഫൈറ്റിൻ്റെ കാലത്ത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റുണ്ട്. അത് ആലുവയിലും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ട്. 2, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ ഈ 15 വർഷക്കാലം ജനങ്ങളോട് ചേർന്ന ആളാണ്. അപ്പോൾ എനിക്കെതിരെ പലപ്പോഴും പറയാറുണ്ട് കല്യാണത്തിന് പോകുന്നു, മരണത്തിന് പോകും എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പോകും, ഇനിയും പോകും, കല്യാണത്തിനും മരണത്തിനും പോകും. കാരണം എന്താണെന്ന് അറിയുമോ, ഈ 15 വർഷവും ഞാൻ ഓരോ വീട്ടിലെ അംഗമാണ്. ആ കുടുംബത്തിലെ അംഗം പോകണ്ടേ, വിളിച്ചാൽ പോകണ്ടേ? അത് ചില അസൂയണ്ട് പറയുന്നുണ്ട്. അത് ഇനിയും ഞാൻ പോകും, മരണത്തിൽ വിളിച്ചാലും കല്യാണത്തിൽ വിളിച്ചാലും എന്താവശ്യം വിളിച്ചാലും. കാരണം ഞാൻ ആലുവയിലെ ഓരോ വീട്ടിലെ അംഗമാണ്. ഞാൻ പിന്നെ ഇപ്പൊ താങ്കൾ ചോദിച്ചോളൂ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ മാത്രം പോയാൽ അങ്ങനെ പറയാം. അതല്ല, ഞാൻ എന്ത് വിഷയം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ആരുടെ വീട്ടിൽ വിളിച്ചാലും ഞാൻ പോകും. അപ്പം ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഞാനൊരു കമ്മ്യൂണിക്കേഷൻ്റെ ആലുവയിലെ ജനങ്ങളുമായിട്ട് എല്ലാ രീതിയിലും വികസനം ഒരു ഭാഗത്ത് നടക്കുന്നു, കരുതൽ ഒരു ഭാഗത്ത് നടക്കുന്നു. ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ, ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ചേർത്ത് പിടിക്കുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല ആത്മവിശ്വാസം. ഈ 3 ടൈമിലും ആലുവയിലെ എൻ്റെ പ്രിയപ്പെട്ട ആലുവക്കാർ, ആലുവയിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ നോക്കിയിട്ടില്ല. ഈ തിരഞ്ഞെടുപ്പിലും ആ ചേർത്ത് പിടിക്കലുണ്ടാകും. അത് തന്നെ നല്ല ഭൂരിപക്ഷത്തിനുള്ള സാധ്യത ഉണ്ടാകും, യാതൊരു സംശയമില്ല. ആലുവയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ് MLA പറയുന്നത്. അവിടെയുള്ള ജനങ്ങൾ പറയുന്ന ഒരു കാര്യം, രാഷ്ട്രീയത്തിനപ്പുറം, മതത്തിനപ്പുറം, ജാതിക്കപ്പുറം ഇവിടുത്തെ ഞങ്ങളുടെ MLA, ഞങ്ങളുടെ ആൾ എന്ന് പറയുന്നത് അൻവർ സാദത്താണ്. ആ അൻവർ സാദത്ത് കൂടെയുണ്ട് എന്നുള്ള കൃത്യമായുള്ള മെസ്സേജാണ് ക്രൈമിന് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹവുമായി ഇൻ്റർവ്യൂ നടത്തുമ്പോഴും അദ്ദേഹം പറയുന്നത്, എനിക്ക് ജാതി മതങ്ങൾക്കപ്പുറം ഞാൻ ആലുവക്കാരുടെ ആളാണ്, ആലുവക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കും, ആലുവക്കാരുടെ നന്മയാണ് എൻ്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം തീർത്തു പറയാണ്. അതെ, വ്യത്യസ്തനായ MLAയെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വലിയ ഭൂരിപക്ഷത്തിന് ആലുവയിൽ നിന്ന് വിജയിപ്പിക്കുമെന്ന് തന്നെയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.